തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SAR നടപടികളുടെ സമയപരിധി ഒരാഴ്ച കൂടെ നീട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞോ? അതെ, കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് ഈ മാറ്റം. ഡിസംബർ 4-ന് സമർപ്പിക്കേണ്ട ഫോമാണ് ഡിസംബർ 11-ആയി നീട്ടിയത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കും 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് ബാധകമാണ്. പുതിയ നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 11-ന് വരെ നൽകാം. അതായത് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ശരിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും പുതുക്കാനുമുള്ള സമയം ഉണ്ട്. സ്ഥലത്തില്ലാത്തവർ, താമസം മാറ്റി പോയവര്, മരണപ്പെട്ടവർ, ഇരട്ട വോട്ടുള്ളവർ ഇവരുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാനും ശരിയായി കൈമാറാനും വേണ്ടിയാണ് സമയം നീട്ടിയിരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന് പുറത്തിറങ്ങും. ഡിസംബർ 16 മുതൽ ജനുവരി 15 വരെ ആക്ഷേപങ്ങളും പരാതികളും അഭിപ്രായങ്ങളും നൽകാം. ജനുവരി 16 മുതൽ ഫെബ്രുവരി 7 വരെ നിങ്ങൾ നൽകിയ എല്ലാ അപേക്ഷകളും പരിശോധിക്കുകയും ചെയ്യും. ശേഷം ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ശരിയായി ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഈ തീയതികൾ മറക്കാതെ ഫോളോ അപ്പ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തോളൂ.